ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഒരു ഡെയിലി മൈ ലൈഫ് ആവും. അങ്ങനെ ഞാൻ രാവിലെ നീറ്റു കേട്ടോ, എന്നിട്ട് പല്ല് തേക്കാൻ പോവാണ് കേട്ടോ. പല്ലിങ്ങനെ തേച്ച് നന്നായി അങ്ങോട്ട് മിനുക്കാം. നമുക്ക് ഇതാ തേച്ചിരിക്കാം. നല്ല സ്പീഡിൽ തന്നെ തേക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ നല്ല വെളുക്കും. അങ്ങനെയാണ് പറയുന്നത്. അച്ചമ്മയ്ക്ക് ഹോസ്പിറ്റലാണ്. അപ്പോൾ നമ്മളിതാ നേരെ റെഡി ആയിട്ടോ, നല്ല സുന്ദര കുട്ടപ്പനെ സ്പ്രേ ഒക്കെ അടിച്ചു. അപ്പോഴത്തേനും അച്ഛൻ വണ്ടി എടുത്ത് തിരക്കായി. അപ്പോഴത്തേനും ഞാൻ പൗഡർ ഇടാൻ പറ്റി. അത് പക്ഷേ വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ല, അതിൻ്റെ സങ്കടത്തിലാണ് കേട്ടോ ഞാൻ. അങ്ങനെ ഇതാ കുഞ്ഞ് അച്ഛനും ഞാനും അച്ഛമ്മേനും ഇതാണ് കേട്ടോ. ആദ്യം തന്നെ നമ്മൾ വില്ലേജിലേക്കാണ് കേട്ടോ പോയി. അപ്പോൾ വില്ലേജിൻ്റെ പുറത്ത് എടുത്തപ്പോഴാണെങ്കിലോ ആദ്യം എൻ്റെ ക്ലിപ്പ് തന്നെ ഒന്ന് പൊട്ടി. എന്നിട്ട് ഇതാ അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിരുന്നു. എന്നിട്ട് അച്ഛൻ സൈഡിലേക്ക് നോക്കുമ്പോണ്ട് കുഞ്ഞുണ്ട് ലിപ്സ്റ്റിക്ക് അല്ല ലിപ് ലൈൻ. അങ്ങനെ ഇതിനെ കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് അത് അവിടെ തന്നെ വെച്ചു. എന്നിട്ട് അവർക്ക് വരുന്നേക്കാട്ടി മുന്നേ തന്നെ ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ അച്ഛൻ പറയണു വില്ലേജിൻ്റെ ഉള്ളിൽ കയറാൻ. അപ്പോൾ നമ്മൾ ഉള്ളിൽ കയറിയ ക്ലിപ്പാണെങ്കിലോ എന്താ ഉഷാറായി കറുത്തിരിക്കുന്നു. എന്താല്ലേ ചെയ്യുക. അപ്പം നമ്മളിതാ നേരെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ വില്ലേജിൽ നിന്ന്. ആണെങ്കിൽ ഇതാ ഇന്നലെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു, അതിൻ്റെ റിസൾട്ട് വാങ്ങാൻ വേണ്ടി പോവാണ് കേട്ടോ നമ്മൾ. അപ്പോൾ ഇതാ അങ്ങനെ പോയി. ഇതാ കുഞ്ഞിനാണ് കേട്ടോ നമ്മൾ വിട്ടേക്കണ റിസൾട്ട് വാങ്ങാൻ. അങ്ങനെ നമ്മൾ യൂണിറ്റിയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഒറ്റ ഡോക്ടർമാരും ഇല്ല, എല്ലാ ഡോക്ടർമാരും ലീവാണ്. അങ്ങനെ നമ്മൾ തിങ്കളാഴ്ചയ്ക്ക് ബുക്ക് ചെയ്തു. അപ്പോഴത്തേനും അച്ഛനും കുഞ്ഞും കൂടി ATM കയറി. ഞാനവിടെ കട്ട പോസ്റ്റടി അച്ഛമ്മേനായിട്ട്. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു. അപ്പോഴത്തേനും അവർ ATM എന്നൊക്കെ ഇറങ്ങി. എന്നിട്ട് ഞങ്ങളിതാ വീണ്ടും വീട്ടിലേക്ക് തിരിച്ച് പോകാൻ പോവാണ്. അപ്പോഴത്തേനും എൻ്റെ മുഖം കണ്ടില്ലേ, പോസ്റ്റ് അടിച്ചിരുന്നതിൻ്റെ കലിപ്പാണ് കേട്ടോ. അങ്ങനെ മെഡിക്കൽ ഷോപ്പിൽ എത്തി. അപ്പോൾ എന്തോ ഗ്ലൂക്കോവിറ്റ പറഞ്ഞൊരു മിഠായി കഴിച്ചു കേട്ടോ. നമ്മൾ നേരെ പോയി സൊസൈറ്റിക്കാണ് കേട്ടോ. അപ്പോൾ സൊസൈറ്റി പോയിട്ട് അവിടെ നിന്നും കുറച്ച് വീഡിയോ എടുത്ത് വീണ്ടും ആ ഗ്ലൂക്കോവിറ്റ കാണിച്ചു കേട്ടോ. അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഇങ്ങനെ നമ്മൾ ചെരുപ്പ് കൂറി വീടിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് എൻ്റെ ടവലും ഗ്ലൂക്കോവിറ്റയും മിഠായും പിടിച്ചിട്ടാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ നമ്മുടെ ടവൽ അവിടെ വെച്ചു. എന്നിട്ട് ഗ്ലൂക്കോവിറ്റ് എടുത്തു വെച്ചില്ലേ, ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യാണ്ട് അത് കാണാമല്ലോ. ബായോ. അതിനായിട്ട് തന്നെ ഒരു ഗ്ലാസ് വേണം. അടുക്കളയിൽ ഇന്ന് കറണ്ടില്ല, അവിടെ മിന്നൽ ചുഴി വന്നിട്ട് ഒരു ട്രാൻസ്ഫോമറും 11 പോസ്റ്റുകളും വേണ്ടിയിട്ട് കറണ്ടൊന്നുമില്ല. അങ്ങനെ ഫോൺ ചാർജ് ചെയ്യാൻ പറ്റില്ല. ഇതന്നെ എങ്ങനെയൊക്കെയാണ് എടുത്ത്. അതിൻ്റെ ഇടയിൽ കുഞ്ഞവിടെ ദോശമാവ് റെഡിമെയ്ഡ് വാങ്ങിച്ച് ഉണ്ടാക്കാൻ നിൽക്കായിരുന്നു കേട്ടോ. അപ്പോഴത്തേനും നമ്മൾ ഗ്ലാസ്സൊക്കെ എടുത്തു. അപ്പോൾ കുഞ്ഞാണ് കേട്ടോ അത്, അവളുടെ മുഖം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഗ്ലാസ്സിൽ കുറച്ച് വെള്ളമൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളിതാ നേരെ നമ്മുടെ സെറ്റിക്ക് പോയി. അവിടെ എത്തി കേട്ടോ. എന്നിട്ട് ഗ്ലാസ് അതിൻ്റെ അവിടെ വെച്ചു. എന്നിട്ട് അതാ നമ്മുടെ ഗ്ലൂക്കോവിറ്റ ഇടാൻ പോകണം കേട്ടോ. ഞാൻ വിചാരിച്ചു വല്ല ഗ്യാസ് പോലെ എന്തെങ്കിലും വരുന്നു. ഇതാണെങ്കിലോ ഒന്നും ഉണ്ടാവില്ല. അവിടെ കുറച്ച് ബബിള് വന്നു എന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറേ നേരം കലക്കി കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കളഞ്ഞു. എന്നിട്ട് കലക്കി തീർന്നില്ല. അവസാനം ഒരു കളറായി വെള്ളം. അപ്പോൾ കുടിച്ച് നോക്കിയിട്ടാ. അപ്പോൾ ഗായ്സ് ഒറ്റ ടേസ്റ്റില്ല. അങ്ങനെ ഞാൻ തുപ്പി കളഞ്ഞത്. ഒറ്റ ടേസ്റ്റില്ല പറഞ്ഞ ഒന്നുമില്ല. ഒരു പുളി. ഇതിനേക്കാൾ ഭേദം കല്ലുപ്പിട്ട് നാരങ്ങ പിഴിഞ്ഞ് കുടിക്കണമായിരുന്നു. അത് കഴിഞ്ഞിട്ട് കുഞ്ഞവിടെ ദോശ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോഴാക്കണ്. അങ്ങനെ അവളിങ്ങനെ തിരിച്ച് എന്നോട് ദേഷ്യപ്പെടാനുണ്ടോ. അപ്പം നമ്മളതിൻ്റെ ഒപ്പം ഇങ്ങനെ ഫോം പിടിച്ചാണ്ട് തിരിച്ചേക്കണം കേട്ടോ. അപ്പം ഇങ്ങനെ തിരിഞ്ഞ് അങ്ങനെ ഇത് 12 മണിയായപ്പോൾ ദോശയും ചട്നിയും കഴിച്ചു കേട്ടോ നമ്മൾ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. അത് കഴിഞ്ഞിട്ട് ചോറ് കഴിക്കാൻ പോയി. അതിന് നല്ല മട്ടരിയും നല്ല സ്രാവും കോവയ്ക്ക മെഴുക്ക് പുരട്ടിയും പിന്നെ പരിപ്പ് കറി അതും തിന്നു കേട്ടോ നമ്മളങ്ങനെ.
അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ആയപ്പോഴത്തേന് പപ്സൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അത് ഞാനും കുഞ്ഞും കൂടി ഇരുന്ന് കഴിച്ചു കേട്ടോ ഗൈസ്. അങ്ങനെ ഇതാ വൈകുന്നേരം ആയപ്പോഴത്തേന് പൊറോട്ടയും ഞണ്ട് കറിയായിരുന്നു. അപ്പോൾ ഉറങ്ങിട്ടോ. ടാറ്റ ബൈ ബൈ, സീ യു. ഓക്കെ.